എന്ത് വേണം? അനു, ഞാൻ വന്നത് വിച്ചുമോനെ കാണാനാണെങ്കിൽ അവനിവിടെ ഇല്ല. ഭാനുമ്മ പുറത്തു പോയപ്പോ മോനെ കൂടെ കൊണ്ടുപോയി. അതല്ല, ഞാനൊരു കാര്യം അറിഞ്ഞു. അതേക്കുറിച്ച് അന്വേഷിക്കാനും വന്നേ. മഞ്ചാടി ജീവൻരാജിന്റെ കൂടെ പോയെന്ന് കേട്ടു. അത് സത്യമാണോ? സത്യമാണെങ്കിലും അല്ലെങ്കിലും അത് ഞങ്ങളുടെ കുടുംബക്കാര്യോ. പുറത്തുനിന്നുള്ളവര് അത് അന്വേഷിക്കേണ്ട കാര്യമില്ല. അനന്തം മാഷിന്റെ കുടുംബം തകർന്നു കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇതൊക്കെ കേൾക്കുമ്പോ വലിയ സന്തോഷമായിരിക്കും. ആ സന്തോഷം നേരിട്ട് രേഖപ്പെടുത്താനായിരിക്കും വന്നത്. എന്നോട് ഈ കാര്യം പറഞ്ഞത് ഗോകുല. എനിക്കത് കേട്ടപ്പോൾ വലിയ സന്തോഷം തോന്നിയില്ല. മഞ്ചാടിയും അച്ഛനെയൊക്കെ ഓർത്ത് വിഷമാ തോന്നിയത്. അവൻ ഒരിക്കൽ അവളെ ചീറ്റ് ചെയ്യാൻ ശ്രമിച്ചതല്ലേ? ഞാൻ വിചാരിച്ചു അവൻ്റെ ഒപ്പം തന്നെ മഞ്ചാടി പോയ കാര്യം നിങ്ങളൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല എന്ന്. എങ്ങനെയെങ്കിലും ആ ജീവൻരാജിന്റെ കയ്യിൽ നിന്ന് മഞ്ചാടിയെ രക്ഷിക്കണം എന്നുള്ള ആഗ്രഹത്തോടെയാ ഞാൻ വന്നതാനു. ഗൂഗിളും അതിനുവേണ്ടി എന്ത് സഹായവും ചെയ്യാമെന്ന് എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. അല്ല, ഞങ്ങളൊന്ന് ശ്രമിച്ചാൽ. വേണ്ട. മഞ്ചാടി ആരുമില്ലാത്ത കുട്ടിയൊന്നും അല്ലല്ലോ. ഉത്തരവാദിത്തപ്പെട്ടവര് അവളുടെ കാര്യത്തില് ഇടപെടലുകൾ നടത്തുന്നുണ്ട്. സഹായിക്കണമെന്നില്ല, ദ്രോഹിക്കാതിരുന്നാ മാത്രം മതി. നീ എന്താണോ ഇങ്ങനെയൊക്കെ പറയുന്നേ? മഞ്ചാടി എനിക്ക് എന്റെ അനിയത്തെ പോലെയല്ലേ. അവൾക്ക് ദോഷം വരുന്ന എന്തെങ്കിലും ഞാൻ ചെയ്യൂ? അപ്പോ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോടും കുഞ്ഞിനോടും ചെയ്തതോ? അതിനപ്പുറമൊന്നും അല്ലല്ലോ ഭാര്യയുടെ അനിയത്തി. ഒരപേക്ഷയുണ്ട്. നിങ്ങളുടെ അമ്മ ഈ കാര്യം അറിഞ്ഞിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് അവരെ ഈ കാര്യം അറിയിക്കരുത്. മഞ്ചാടിയോട് എന്തെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഉപകാരം മാത്രം ചെയ്തു തന്നാ മതി. അനു